പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായും ഷീ ജിൻപിങ്ങുമായുമുള്ള കൂടിക്കാഴ്ച ഷാങ്ഹായ് ഉച്ചകോടി SCOയിൽ നടത്തിയതിനു ശേഷം അമേരിക്കയുടെ സ്വരം സമ്പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. എന്താണ് അമേരിക്ക അതിനുശേഷം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. മൂന്ന് നേതാക്കളും പരസ്പരം ഇടപഴകുകയും മൂന്ന് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിൻ്റെ സന്ദേശം കൈമാറുകയുമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്കിടെ ഇന്ത്യയിലെ US എംബസി ഇന്ത്യ US സൗഹൃദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സൗഹൃദത്തെ US എംബസി തിങ്കളാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അനുസ്മരിക്കുകയാണ് ചെയ്തത്. US-ഉം ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ നിർണായക ബന്ധമാണിത്. നവീകരണം, സംരംഭകത്വം മുതൽ പ്രതിരോധ ഉഭയകക്ഷി ബന്ധങ്ങൾ വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദമുണ്ട്. ഇത് ഒരു പുതിയ ഊർജ്ജം നൽകുന്നു. ശ്രദ്ധേയമായ ഈ പോസ്റ്റിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ പ്രസ്താവനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനങ്ങൾ തമ്മിലുള്ള അടുത്ത സൗഹൃദമാണ് നമ്മുടെ ബന്ധത്തിൻ്റെ അടിത്തറ എന്നാണ് മാർക്കോ റുബിയോ ഇപ്പോൾ പറയുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടി അവസാനിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നു. ഒരു വശത്ത് US പ്രസിഡന്റ് ട്രംപ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു. അതിനുള്ള പിഴയായി അദ്ദേഹം ഇന്ത്യക്ക് 25% അധിക തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുമൂലം 50% തീരുവയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ ഇപ്പോൾ പുതിയ വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് അമേരിക്ക, ഞങ്ങൾ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ്, നിങ്ങൾ ഞങ്ങളുടെ പഴയ കാലം ഓർക്കുന്നില്ലേ, പ്രതിരോധത്തിൽ പോലും നമ്മൾ വലിയ പങ്കാളികളാണ് എന്ന് പറഞ്ഞ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.